ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അവിൽ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അവിലിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഗ്ലാസ്സിനാണ് അളന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മെഷർമെൻറ്റിന് കപ്പിന് അളക്കുകയാണെങ്കിലും 2 കപ്പ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ 2 കപ്പ് അവിലിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുത്ത അവിലാണെങ്കിലും വറുക്കാത്ത അവിലാണെങ്കിലും ഒക്കെ ഒന്ന് നല്ലപോലെ വറുത്തെടുക്കുന്നതാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇനി നമുക്ക് ഒരു 5-6 അച്ച് ശർക്കര ഞാനിവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശർക്കരയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഉരുക്കാൻ വെച്ചത് കേട്ടോ. ഇനി ഇത് ഉരുകി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എത്ര അവിലെടുത്തേ അത്ര തന്നെ തേങ്ങയും എടുക്കുക. അതൊരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കിതിൻ്റെ പാലാണ് ആവശ്യമുള്ളത്. അപ്പോൾ തേങ്ങയുടെ അളവ് കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ, കുറഞ്ഞു പോവരുത്. അപ്പോൾ ഞാനിത് അടിച്ച് ഇതിൻ്റെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലെടുക്കുന്ന ടൈമിൽ 1-ാം പാല് 2-ാം പാലൊക്കെ ഒന്ന് തന്നെ എടുത്താൽ മതി. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലെടുത്ത് നമ്മൾ പാലെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ചധികം വെള്ളം ആവശ്യം വരും. അപ്പോൾ ഈ പാല് നമുക്ക് ഒരു വശത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ അവിൽ വറവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കണം. അപ്പോൾ അവിൽ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം നൈസായി പൊടിക്കാൻ കഴിയുന്നോ അത്രത്തോളം നൈസായി തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാലിലേക്ക് ഇത് ഇട്ട് കൊടുത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് യോജിപ്പിച്ചെടുക്കുന്ന ടൈമിലും തന്നെ ഒട്ടും കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അവിലായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ആവശ്യം വരും ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുന്ന ടൈമിലൊക്കെ. അപ്പോൾ നമുക്ക് വെള്ളം ഇതിൽ കുറവായി തോന്നിയാൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങാപ്പാൽ കൂടാതെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിത് മിക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അവിലളന്ന അതേ ഗ്ലാസ്സിന് 2.5 കപ്പ് തേങ്ങാപ്പാലും അതുപോലെ തന്നെ 1.5 കപ്പ് വെള്ളവും കൂടെയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇത് കുറച്ച് ലൂസായി എഴുതി ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമുക്ക് വേവിച്ചെടുക്കുന്ന ടൈമിൽ കുറച്ചധികം ടൈം വേവിച്ചെടുക്കേണ്ടി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച് ശർക്കര ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ശർക്കരപ്പാനി ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അവിലും തേങ്ങാപ്പാലും ചേർത്ത ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിത് തയ്യാറാക്കുന്ന ടൈമിൽ അടിക്കട്ടിയുള്ള ചട്ടി തന്നെ എടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് അധികം നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 1 ടീസ്പൂൺ ഈ ടൈമിൽ 1 ടീസ്പൂണ് ലാസ്റ്റ് ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റായ ടൈമിൽ നമുക്ക് ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കുറച്ച് ടൈമും കൂടെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ ചട്ടിയിൽ നിന്നും വിട്ട് വരുന്ന ടൈമാകുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 ടീസ്പൂണ് പഞ്ചസാര എടുത്ത് അതിലേക്ക് 4 ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബദാം പരിപ്പോ അല്ലെങ്കിൽ വെളുത്തെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ.
ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്ന് നല്ലപോലെ വേറിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് ആദ്യം 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യ് എല്ലാ വശത്തേക്കും ആവുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിൽ നിന്നും നല്ലപോലെ വിട്ട് വരുന്ന ടൈം വരെ നമുക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ ചട്ടിയിൽ നിന്നും വേറിട്ട് ബോളായി കിട്ടുന്ന രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ വേറിട്ട് ഇതുപോലെ വരും കേട്ടോ. ഈ ടൈമിലുള്ളൂ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാൻ പാടി. ഇനിയും വേണമെങ്കിൽ നമുക്ക് 5-10 മിനിറ്റൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലായാലും ഹൈ ഫ്ലെയിമിലായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ കൈയെടുക്കാതെ ഇളക്കേണ്ടി വരും മാത്രമേ ഉള്ളൂ. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം എന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതുവരെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇളക്കിയിരുന്നത്. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായി ഞാനിവിടെ കേക്ക് ടിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ വിരിച്ച് വെച്ചതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സെറ്റ് ചെയ്യാനുള്ള പാത്രമൊക്കെ ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിതൊരു തവി എന്തെങ്കിലുമൊക്കെ എടുത്ത് എല്ലാ വശവും ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉൾവശത്തൊക്കെ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടാറാൻ വേണ്ടി ഒരു 2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിത് വെളിയിൽ വെച്ച് തന്നെയാണ് തണുപ്പിച്ചെടുത്തത്. അപ്പം നമ്മുടെ അവിൽ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോഴിക്കോടൻ ഹൽവേൻ്റെയൊക്കെ അതേ ടേസ്റ്റിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അവിൽ കൊണ്ട് ഹൽവ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഹലുവയായി തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.